അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, സലഫികൾ സമൂഹത്തിൽ കാണപ്പെടുന്ന വിശ്വാസരംഗത്തും ആചാര അനുഷ്ഠാന രംഗത്തും ഉള്ള വ്യതിയാനങ്ങളെ, തെറ്റായ പ്രവണതകളെ, ബിദ്അത്തുകളെ എതിർക്കുകയും അത് പാടില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിനെതിരെ മറുപടിയുമായി രംഗത്ത് വരുന്ന ആളുകളുടെ വാദങ്ങൾ കേൾക്കുമ്പോൾ അത് എത്രമാത്രം ദുർബലമായതാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. പലപ്പോഴും അത് എട്ടുകാലി വലയേക്കാൾ ദുർബലമായി തീരുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പരിശോധിച്ചോളൂ. ഒരു കാര്യം ഖുർആനിലില്ല, ഹദീസിലില്ല, പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന ആളുകൾ തെളിവായി പറയാറുള്ളത് ഇന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന നാട്ടിൽ അങ്ങനെയുണ്ടല്ലോ, ഇന്ന പ്രദേശത്ത് അങ്ങനെയൊക്കെ കാണുന്നുണ്ടല്ലോ, സൗദിയിൽ അങ്ങനെയാണല്ലോ, കുവൈത്തിൽ ഇങ്ങനെയാണല്ലോ, UAE അങ്ങനെയാണല്ലോ, ഞങ്ങളുടെ പൂർവ്വകാല പിതാക്കളൊക്കെ ഇങ്ങനെയാണല്ലോ ചെയ്തത്, ഇന്നാലിന്ന കിതാബിൽ ഒരു പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആലോചിച്ച് നോക്കൂ, പ്രമാണങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞതൊക്കെ എത്രമാത്രം ദുർബലമാണ്. എട്ടുകാലി വല പോലെ, എട്ടുകാലിയുടെ വീട് പോലെ ദുർബലമാണ് അത്തരം വാദങ്ങൾ. കാരണം അതൊന്നും ഇസ്ലാമിൽ പ്രമാണമേ അല്ല. മഹാന്മാരായ സഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത് അപ്രകാരമാണ്. നിങ്ങൾ നോക്കൂ, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, തമത്തഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ ഹജ്ജിൻ്റെ വേളയിൽ തമത്തുഇൻ്റെ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കാര്യമാണ്. അപ്പോൾ ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ അബൂബക്കറിൻ വ ഉമർ അനിൽ മുത്അ, അബൂബക്കറും ഉമറും അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്യാമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അബൂബക്കർ, ഉമർ റളിയല്ലാഹു തആല അൻഹുമാ അവർ അതിനെ എതിർത്തിട്ടുണ്ടല്ലോ എന്ന് ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്. എന്താണ് പറഞ്ഞത്? ഉറാഹും സയഹ്ലികൂൻ, നിങ്ങൾ നശിച്ചു പോകും, ഹലാക്കിലാക്കപ്പെടും, കുഴപ്പത്തിലാക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അഖൂലു ഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു എന്ന്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നഹാ അബൂബക്കറിൻ വ ഉമർ, അബൂബക്കറും ഉമറും അത് വിലക്കിയിട്ടുണ്ട് എന്ന് പറയുകയാണോ? എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം വ്യക്തമായി പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണെങ്കിൽ പോലും, ഇനി അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിപ്രായം പറഞ്ഞാൽ പോലും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ടതില്ല. മാത്രമല്ല, റസൂലുള്ളാഹിൻ്റെ കൗലിനെ മാറ്റിവെച്ച് അവരുടെ കൗലാണ് ഒരാൾ പരിഗണിക്കുന്നതെങ്കിൽ അത് നാശത്തിൻ്റെ, ഹലാക്കിൻ്റെ അടയാളമാണ് എന്നാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കി തന്നിട്ടുള്ളത്. മറ്റൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുകയാണ്, ബിഹാദാ ളലൽതും, നിങ്ങൾ തെറ്റിപ്പോകുന്നത് ഇക്കാരണം കൊണ്ടാണ്. ഉഹദ്ദിസുകും അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുഹദ്ദിസൂനി അൻ അബീ ബക്രിൻ വ ഉമർ റളിയല്ലാഹു അൻഹുമാ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് നിങ്ങൾക്ക് ഹദീസ് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അബൂബക്കറും ഉമറും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വർത്തമാനമാണോ നിങ്ങൾ എന്നോട് പറയുന്നത്? ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ വഴിതെറ്റിപ്പോകും, ഇക്കാരണം കൊണ്ട് വഴിതെറ്റിപ്പോകുമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പോൾ മഹാനായ സ്വഹാബി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗല് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ മറ്റു സ്വഹാബികളാണെങ്കിൽ പോലും അവരുടെ അഭിപ്രായത്തിന് പ്രസക്തിയില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തനുസരിച്ച് പറഞ്ഞപ്പോൾ ചില ആളുകൾ അദ്ദേഹത്തോട് കൂടുതലായി സംസാരിക്കുകയും ഇന്നക
തുഖാലിഫു അബാഖ്, താങ്കളുടെ ഉപ്പയുടെ അഭിപ്രായത്തോട് താങ്കൾ വിയോജിക്കുകയാണ്, അഥവാ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോട് താങ്കൾ വിയോജിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അമിതമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. അഫ കിതാബല്ലാഹി അഹഖു അൻ തത്തബിഉ അം ഉമർ, അള്ളാഹുവിൻ്റെ കിതാബിനെ പിൻപറ്റലാണോ ഏറ്റവും അർഹതപ്പെട്ടത്, അതല്ല ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതാണോ? അഥവാ ഖുർആനിനോ ഹദീസിനോ എതിരായൊരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് കരുതുക. എങ്കിൽ ആരുടെ വാക്കാണ് സ്വീകരിക്കേണ്ടത്? ഖുർആനാണോ ഹദീസാണോ അതല്ല ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖൗലാണോ? മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചതാണ്. അപ്രകാരമാണ് അവർ താബിഈങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്രകാരമാണ് അവർ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളത്. സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫുകളുടെ മാർഗം പിൻപറ്റുന്നവരാണ്. നബിയുടെയും സഹാബത്തിൻ്റെയും മൻഹജിനെ പിൻപറ്റുന്നവരാണ്. അവരുടെ പ്രമാണമെന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ദീന് മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് എപ്രകാരമാണോ ദീന് പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെ മനസ്സിലാക്കണമെന്നാണ് സലഫുകളെ പിൻപറ്റുന്ന സലഫികൾ പറയുന്നത്. അവരുടെ ആ പ്രമാണത്തെ, അവരുടെ ആ ഹുജ്ജത്തിനെ, അവരുടെ ആ ആദർശത്തെ തകർക്കാൻ മറ്റ് യാതൊരു അഭിപ്രായങ്ങൾക്കും സാധ്യമേയല്ല. അതുകൊണ്ടാണ് സലഫികളുടെ ആദർശത്തെ, സലഫികളുടെ പ്രമാണത്തെ തകർക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കാത്തത്. കാരണം അവരുടെ പ്രമാണം വളരെ വളരെ ദുർബലമാണ്. മതത്തിൽ യാതൊരു നിലക്കും അംഗീകരിക്കപ്പെടാത്ത പ്രമാണമാണ് അവരുടേത്. ആ നാട്ടിൽ അങ്ങനെയില്ലേ? ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നില്ലേ? ഇന്ന കിതാബിൽ അത് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഇന്ന വ്യക്തികൾ പറഞ്ഞിട്ടില്ലേ? ഇതൊക്കെ മതത്തിൽ പ്രമാണമാണോ? ഇതൊന്നും മതത്തിൽ പ്രമാണമേ അല്ല. കാരണം നേരത്തെ പറഞ്ഞ പ്രഗത്ഭരായ സ്വഹാബികൾ, ആ സ്വഹാബികൾ അവരുടെ സ്വന്തം നിലക്കല്ല അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. മറിച്ച് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 59-ാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല വ ഉലിൽ അംരി മിൻകും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്കിടയിലെ കൈകാര്യകർത്താക്കളെ, ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. എന്നാൽ ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ടായാൽ, നമുക്കിടയിൽ ഏത് വിഷയത്തിലും, ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്ന് സലഫികൾ പറയുന്നു, പാടുണ്ട് എന്ന് അല്ലാത്തവരും പറയുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നവർ പറയുന്നു. എങ്കിൽ ഇതൊരു അഭിപ്രായ വ്യത്യാസമാണല്ലോ. എങ്കിൽ അത്തരമൊരു അഭിപ്രായ വ്യത്യാസത്തെ മടക്കേണ്ടത് എങ്ങോട്ടാണ്? ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങളതിനെ ഏതെങ്കിലും നാട്ടിൽ നടക്കുന്നുണ്ടോ എന്നാണോ നോക്കേണ്ടത്? ഏതെങ്കിലും വലിയ വലിയ ആളുകൾ അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നാണോ നോക്കേണ്ടത്? ഏതെങ്കിലും പ്രദേശത്തിലുള്ള ഭൂരിപക്ഷം ആളുകൾ അത് ചെയ്യുന്നുണ്ടോ അതാണോ നോക്കേണ്ടത്? അതല്ല നോക്കേണ്ടത്. മറിച്ച് അല്ലാഹു പറയുന്നത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അതിനെ നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഖുർആനിലേക്കും സുന്നത്തിലേക്കും ആ അഭിപ്രായ വ്യത്യാസത്തെ മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ളവർ അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഈമാനിൻ്റെ വിഷയമാണത്. അള്ളാഹുവിലും ആഖിറത്തിലുമുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അഭിപ്രായ ഭിന്നതയുണ്ടായാൽ അതിനെ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുക, അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക എന്നുള്ളത്. ഈമാനുള്ളവരുടെ അടയാളമല്ല നാട്ടുനടപ്പനുസരിച്ച് ചെയ്യുക. ഏതെങ്കിലും നാട്ടുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, ഏതെങ്കിലും വ്യക്തി ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക. അതൊന്നും ഒരിക്കലും തന്നെ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ആളുകൾ സ്വീകരിക്കേണ്ടുന്ന മൻഹജല്ല, നിലപാടല്ല. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, അതാണ് ഖൈർ, അതാണ് ഏറ്റവും നല്ല പര്യവസാനവും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഈ ഖൈറിൻ്റെ മാർഗമാണ് സലഫികൾ സ്വീകരിക്കുന്നത്. അഭിപ്രായ ഭിന്നതകളിൽ അവർ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ ഈ വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല. എന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. പരിശുദ്ധ ഖുർആനിലില്ല. പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ സ്വഹാബികൾ ചെയ്യുമായിരുന്നു, സ്വഹാബികളും ചെയ്തിട്ടില്ല. അതോടുകൂടി സലഫികളുടെ പ്രമാണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിനെ ഖണ്ഡിക്കണമെങ്കിൽ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുമാണ് അത് സ്ഥാപിക്കേണ്ടത്. അത് സ്ഥാപിക്കാൻ കഴിയാതെ ഏതോ കാലഘട്ടത്തിലെ ഏതോ ഒരു പണ്ഡിതൻ അത് തരക്കേടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്നാലിന്ന നാട്ടിലുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. എട്ടുകാലി വല പോലെ ദുർബലമാണ് അത്തരം വാദങ്ങൾ. അതൊന്നും സലഫികളുടെ പ്രമാണത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, സമിഅത്തുൽ ഹുമൈദിയ യഖൂൽ, അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഹുമൈദി അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്,
കുന്ന ഇൻദ ഷാഫിഈ റഹിമഹുല്ലാ, ഞങ്ങൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈയുടെ അടുക്കൽ നിൽക്കുകയായിരുന്നു. ശരിക്കും ശ്രദ്ധിക്കുക, ഇമാം ഷാഫിഈ, മദ്ഹബിൻ്റെ ഇമാമിങ്ങളിൽ പ്രഗത്ഭനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈ, അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരാൾ വരികയാണ്. ഫഅതാഹു റജുലുൻ ഫസ്അലഹു മസ്അല, ഒരു മസ്അല ചോദിച്ചു. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഖളാ ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, അള്ളാഹുവിൻ്റെ റസൂൽ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് വിധി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഫഖാല റജുലു ലിശ്ശാഫിഈ മാ തഖൂലു അൻത, എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സുബ്ഹാനല്ലാഹ്, ആലോചിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. ഉടനെ തന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധൻ, തറാനി ഫി കനീസ, തറാനി ഫി ബീഅ, തറാ അലാ വസതി സുന്നാറ, നീ എന്നെ വല്ല ക്രൈസ്തവ ദേവാലയത്തിലുമാണോ കാണുന്നത്? കാരണം അവർക്ക് ദീന് പറയാൻ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് പറയാം, അവർക്ക് പ്രമാണം നോക്കണമെന്നില്ല. എൻ്റെ ശരീരത്തിൽ, എൻ്റെ അരയിൽ ക്രൈസ്തവ പുരോഹിതന്മാർ ധരിക്കുന്ന അരപ്പട്ട നീ കാണുന്നുണ്ടോ? നീ എന്ത് കരുതിയിട്ടാണ് എന്നോട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചത്? അഖൂലു ലക ഖളാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അൻത തഖൂലു മാ തഖൂലു അൻത, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് ചോദിക്കുകയാണോ താങ്കൾ എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു വ്യക്തിക്കും സ്വന്തമായ അഭിപ്രായമില്ല. ഇത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി സ്വന്തം നിലക്ക് പറഞ്ഞതല്ല, മറിച്ച് സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, വിശ്വാസിയായ ഒരാണിനോ ഒരു പെണ്ണിനോ ഒരിക്കലും പാടില്ല അള്ളാഹുവും റസൂലും ഒരു വിഷയത്തിൽ ഒരു ഖളാവ് പറഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ അവിടെ പാടില്ല. അള്ളാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മതപരമായ വിഷയങ്ങളിൽ, ദീനിൻ്റെ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. അള്ളാഹുവും റസൂലും എന്താണ് പഠിപ്പിച്ചത് എന്നാണ് പരിശോധിക്കേണ്ടത്. അതിനെ പ്രാമാണികതയുള്ളൂ. അതാണ് നമ്മുടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്, അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അതാണ് സ്വഹാബികൾ പഠിപ്പിച്ചത്. അതിനെതിരിൽ വേറെ ഏത് നിലക്കുള്ള മൻഹജ് കൊണ്ടുവന്നാലും അതിന് ഈ പ്രമാണങ്ങളുടെ മുമ്പിൽ, ഈ ആദർശത്തിൻ്റെ മുമ്പിൽ നിലനിൽപ്പില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ബൈത്തുൽ അൻകബൂത്ത്, എട്ടുകാലിയുടെ വല പോലെ അത് ദുർബലമായി തീരുന്നതാണ്. അതൊരു പക്ഷേ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആൾ ആ നാട്ടിൽ ഒറ്റക്കാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ കയ്യിലാണ് പ്രമാണമെങ്കിൽ ആ വ്യക്തിക്കാണ് ഹുജ്ജത്തുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിൻ്റെ വാദത്തിന് എതിരാണെങ്കിൽ പോലും അതിന് യാതൊരു പ്രാമാണികതയുമില്ല. അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അൽ ജമാഅത്തു മാ വാഫഖൽ ഹഖ്ഖ വലൗ കുൻത വഹ്ദക്. ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, സംഘം എന്ന് പറഞ്ഞാൽ സത്യത്തോട് യോജിച്ചതാണ്. അത് നീ ഒറ്റക്കാണെങ്കിലും ശരി, നീ തനിച്ചാണ് ഒരു വാദം ഒരു നാട്ടിൽ പറയുന്നത്, നീ തനിച്ചാണ്, ബാക്കി എല്ലാവരും നിനക്കെതിരിലാണെങ്കിലും സത്യം നീയാണ് പറയുന്നതെങ്കിൽ നീയാണ് അൽ ജമാഅ, നീയാണ് സ്വഹാബത്തിൻ്റെ കൂടെയുള്ളത്, താബിഈങ്ങളുടെ കൂടെയുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെയുള്ളത്. അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. മഹാനായ നുഐം ഇബ്നു ഹമ്മാദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത്, ഇദാ ഫസദത്തിൽ ജമാഅ ഫഅലൈക ബിമാ കാനത് അലൈഹിൽ ജമാഅ ഖബ്ല അൻ തഫ്സുദ് വഇൻ കുൻത വഹ്ദക് ഫഇന്നക അൻതൽ ജമാഅതു ഹീനഇദിൻ. ജമാഅത്ത്, നാട്ടിലുള്ള ജമാഅത്ത് ഫസാദിലായി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യണം? ഫസാദിലാകാത്ത ഒരു ജമാഅത്ത് ഇവിടെ കടന്നുപോയിട്ടുണ്ട്. സ്വഹാബത്തിൻ്റെ, താബിഈങ്ങളുടെ, തബഉ താബിഈങ്ങളുടെ ജമാഅത്ത്, ഖവാരിജിയത്തിൻ്റെയോ അതല്ലെങ്കിൽ ഷിയായിസത്തിൻ്റെയോ അതേപോലെ ഉള്ള വ്യത്യസ്തങ്ങളായ അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ സംഘങ്ങൾ, അവരുടെ വാദങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു ജമാഅത്ത് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ജമാഅത്തിനെ നീ പിൻപറ്റണം. വഇൻ കുൻത വഹ്ദക്, ആ ജമാഅത്തിനെ പിൻപറ്റുന്നത് നിൻ്റെ നാട്ടിൽ നീ ഒറ്റക്കാണെങ്കിലും അന്നും നീ ആ ജമാഅത്തിൻ്റെ കൂടെയാണ്, നീ ഒറ്റക്കല്ല. നിൻ്റെ നാട്ടിലുള്ളവർ മുഴുവൻ നീ പറയുന്നതിനെതിരാണെങ്കിലും നീ സ്വീകരിച്ച മൻഹജ് സ്വഹാബത്തിൻ്റെ മൻഹജാണെങ്കിൽ, താബിഈങ്ങളുടെ മൻഹജാണെങ്കിൽ, അഇമ്മത്തുൽ അർബഈയുടെ മൻഹജാണെങ്കിൽ അപ്പോൾ നീ ആ ജമാഅത്തിലാണ് എന്നാണ് നുഐം ഇബ്നു ഹമ്മാദ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ
അദ്ദേഹം പറയുന്നത് അലൈക ബി ത്വരീഖിൽ ഹുദാ വ ഇൻ ഖല്ല സാലികുൻ, സന്മാർഗം സ്വീകരിക്കണം, അതിലൂടെ സഞ്ചരിക്കുന്നവർ എത്ര കുറവാണെങ്കിലും ശരി. വജ്തനിബ് ത്വരീഖർ റദാ വ ഇൻ കസുറൽ ഹാലികുൻ, തെറ്റായ വഴി സ്വീകരിച്ചവർ അവർ എത്ര അധികമുണ്ടെങ്കിലും ചീത്തയുടെ വഴി അത് സ്വീകരിച്ച ആളുകളുടെ എണ്ണം അത് നിന്നെ അത്ഭുതപ്പെടുത്തരുത്. ആ വഴി നീ ഉപേക്ഷിക്കണം, മറിച്ച് സത്യത്തിൻ്റെ വഴി മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇതൊക്കെ അവർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, മറിച്ച് സൂറത്തുൽ അൻആം 116 നമുക്ക് കാണാം, വഇൻ തുതി അക്സറ മൻ ഫിൽ അർദി യുദില്ലുക അൻ സബീലില്ലാ, ഭൂമിയിലുള്ള മഹാഭൂരിപക്ഷത്തെയാണ് നീ അനുസരിക്കുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ നിന്നെ തെറ്റിച്ചു കളയും. കാരണം അവർ പ്രമാണമാക്കുന്നത് എന്തിനെയാണ്? ഖുർആനിനെയല്ല, സുന്നത്തിനെയല്ല, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച വഹീനെയല്ല, മറിച്ച് ഈ യത്തബിഊന ഇല്ല ദന്ന, അവർ ഊഹത്തെയാണ് പിൻപറ്റുന്നത്. വ ഇൻഹും ഇല്ലാ യഖ്റുസൂൻ, അവർ കെട്ടിച്ചമച്ച് പറയുകയാണ്, ഊഹാപോഹങ്ങളാണ് അവർക്കുള്ളത്, വ്യക്തമായ പ്രമാണം അവരുടെ കൈകളിലില്ല. അങ്ങനെയുള്ള ഭൂരിപക്ഷത്തെ അല്ല പിൻപറ്റേണ്ടത്, അവർ നിങ്ങളെ വഴിതെറ്റിച്ചു കളയും. അതുകൊണ്ട് സത്യത്തെ ആരാണോ പിൻപറ്റുന്നത്, അത് ഭൂരിപക്ഷമാണെങ്കിലും ശരി, ന്യൂനപക്ഷമാണെങ്കിലും ശരി, ഒരു വ്യക്തിയാണെങ്കിലും ശരി, 1,00,000 പേരാണെങ്കിലും ശരി, സത്യത്തെ പിൻപറ്റുന്നത് ആരാണോ അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത്. അതാണ് സലഫുകളുടെ പാത. ആ പാത സ്വീകരിക്കുന്നവൻ മാത്രമാണ് സലഫി. അതല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് ചേർത്ത് പറയപ്പെട്ടാൽ, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിലെ മെമ്പർഷിപ്പ് എടുത്താൽ ലഭിക്കാവുന്ന ഒരവസ്ഥയല്ല അത്. മറിച്ച് സലഫു സ്വാലിഹീങ്ങളുടെ പാത പിൻപറ്റുന്ന ആളുകൾ മാത്രമാണ് സലഫികൾ. അവരുടെ പ്രമാണം വളരെ വ്യക്തമാണ്. മഹാനായ ഇമാം അൽ ഔസാഇ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, അലൈക ബി ആസാരി മൻ സലഫ് വ ഇൻ റഫളക നാസ്, ജനങ്ങൾ മുഴുവൻ നിങ്ങളെ കൈയൊഴിഞ്ഞാലും സലഫുകളുടെ അസറുകളെ, അവരുടെ പാതയെ പിൻപറ്റണം. അതാണ് ആസാരി മൻ സലഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അലൈക ബി ആസാരി മൻ സലഫ്, സലഫുകളുടെ പാത പിൻപറ്റുക, അവർക്കാണ് സലഫി എന്ന് പറയുന്നത്. വ ഇയ്യാക വ ആറാ അർ-റിജാൽ വ ഇൻ സഖറഫൂഹു ബിൽ ഖൗൽ, എത്ര ഭംഗി ഉള്ള രൂപത്തിൽ മറ്റുള്ള ആളുകൾ ബിദ്അത്തുകളെയും അതേപോലെയുള്ള കാര്യങ്ങളെയും അഭിപ്രായങ്ങളെയും ഭംഗിയായി അവതരിപ്പിച്ചാലും ജനങ്ങളുടെ അഭിപ്രായത്തെ സൂക്ഷിക്കണം, ഭയപ്പെടണം. മറിച്ച് ജനങ്ങൾ മുഴുവൻ നിന്നെ കൈയൊഴിഞ്ഞാലും സത്യത്തിൻ്റെ പാത, സലഫുകളുടെ പാതയാണ് സ്വീകരിക്കേണ്ടത് എന്ന് അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഇക്കാര്യം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം നിങ്ങൾക്ക് ആയുസ്സ് ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഏതെങ്കിലും നാട്ടിലേക്ക് നോക്കിയിട്ടോ, ഏതെങ്കിലും വിഭാഗത്തിലേക്ക് നോക്കിയിട്ടോ, ഏതെങ്കിലും ഗ്രൂപ്പിനെ നോക്കിയിട്ടോ നിങ്ങളുടെ മൻഹജ് സ്വീകരിക്കൂ എന്നല്ല അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ അൽ മഹ്ദിയീൻ റാഷിദീൻ, എൻ്റെയും സച്ചരിതരായ എൻ്റെ ഖുലഫാകളുടെയും സഹാബത്തിൻ്റെയും മൻഹജിനെ നിങ്ങൾ പിൻപറ്റുകയും തമസ്സകൂ ബിഹാ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യണം. വ ഇയ്യാക്കും വ മുഹ്ദസാത്തിൽ ഉമൂർ, മതത്തിൽ പുതുതായി കടത്തിക്കൂട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ ഭയപ്പെടണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ വ കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ മുഹ്ദസാത്തുകളും കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്നതൊക്കെ ബിദ്അത്താണ്, ബിദ്അത്തുകളൊക്കെ ളലാലത്താണ് എന്ന് വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇനി ഇതിനേക്കാൾ വ്യക്തമായി എന്താണ് പറയാനുള്ളത്? സമൂഹം അഭിപ്രായ ഭിന്നതയിലാകുമ്പോൾ ഇന്നത് ബിദ്അത്താണ് എന്നൊരു കൂട്ടർ പറയുന്നു, സുന്നത്താണ് എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു, എങ്കിൽ അതിനെ പ്രമാണത്തിലേക്ക് മടക്കൂ. എന്നിട്ട് നബിയും സഹാബികളും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കൂ. ഉണ്ടെങ്കിൽ അത് സുന്നത്ത്, ഇല്ല എങ്കിൽ മതത്തിൽ കടത്തിക്കൂട്ടിയത്. വളരെ ലളിതമായൊരു തത്വമാണ്. ഈ തത്വം നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹുവിൻ്റെ റസൂലാണ്. നാട്ടുനടപ്പനുസരിച്ച് വിധിക്കാൻ പറഞ്ഞിട്ടില്ല. പ്രവാചകൻ്റെ സുന്നത്തനുസരിച്ച് നിങ്ങൾ അഭിപ്രായ ഭിന്നതകൾക്ക് പരിഹാരം കാണണം. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഭിന്നിച്ചു പോവാതിരിക്കാൻ മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മൻഹജനെയാണോ പിൻപറ്റിയത് അതിനെ ഫോളോ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് സലഫികളുടെ പ്രമാണം. അവർ സലഫുകളുടെ രീതിയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നത്. ഏതഭിപ്രായ ഭിന്നതയുള്ള വിഷയത്തിലും ഖുർആനും സുന്നത്തും സ്വഹാബത്തിൻ്റെ മൻഹജുമാണ് പ്രമാണം. അതിലില്ലാത്തത് മതത്തിൽ കടത്തിക്കൂട്ടുന്ന ആശയങ്ങളാണ്. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന കാര്യങ്ങൾ അത് വിശ്വാസരംഗത്തെ ബിദ്അത്താണ്, കർമ്മരംഗത്തെ ബിദ്അത്താണ്, അനുഷ്ഠാന രംഗത്തെ ബിദ്അത്താണ്, പാടില്ലാത്ത കാര്യമാണ് എന്ന് സലഫികൾ പറയുന്നത് അത് പ്രമാണങ്ങളിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെതിരെ മറുപടി പറയുന്ന, റദ്ദ് പറയുന്ന ആളുകൾക്ക് വിജയിക്കാൻ കഴിയാത്തത് അവരുടെ കൈകളിലുള്ള പ്രമാണം ആ നാട്ടിലില്ലേ, ഈ നാട്ടിലില്ലേ, അവർ പറഞ്ഞിട്ടില്ലേ, ഈ കിതാബിലില്ലേ എന്നുള്ളതാണ്. അങ്ങനെ നാട്ടിലുള്ളതും കിതാബുകളിലുള്ളതുമെല്ലാം തന്നെ
ആധികാരികമാണോ എന്ന് പരിശോധിക്കാതെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ മതം തന്നെ ഇല്ലാതെയായി പോകുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം ഉള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലഫികളുടെ ഈ പ്രമാണത്തെ, ഹുജ്ജത്തിനെ, ആദർശത്തെ തകർക്കുക സാധ്യമല്ല. കാരണം അവർക്ക് പ്രമാണം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സ്വഹാബത്ത് കാണിച്ചു തന്ന വഴികളും മൻഹജുമാണ്. ആ ഒരു വഴിയിലേക്ക്, കുറ്റമറ്റ ആ വഴിയിലേക്ക്, ആർക്കും തകർക്കാൻ കഴിയാത്ത ആ ഒരു മൻഹജിലേക്കാണ് മുസ്ലിം ഉമ്മത്ത് മടങ്ങി വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.